ഹലോ എവ്രി വൺ, സൈക്കോളജി ഡയറീസിലേക്ക് സ്വാഗതം. ഞാൻ ഡോക്ടർ അമീന സിത്താര, ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റാണ്. ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് പേഴ്സണാലിറ്റി ഡിസോർഡറുകളെ പറ്റിയാണ്. പേഴ്സണാലിറ്റി ഡിസോർഡറിനെ പറ്റി ഒരുപാട് വീഡിയോസുകൾ ചെയ്തിട്ടുണ്ട്. ഇമോഷണൽ അൺസ്റ്റേബിൾ പേഴ്സണാലിറ്റി ഡിസോർഡർ, ബോർഡർ ലൈൻ പേഴ്സണാലിറ്റി ഡിസോർഡർ, ആൻറ്റി സോഷ്യൽ പേഴ്സണാലിറ്റി ഡിസോർഡർ, നാർസിസ്റ്റിക് പേഴ്സണാലിറ്റി ഡിസോർഡർ, ഡിപ്പെൻഡൻറ്റ് പേഴ്സണാലിറ്റി ഡിസോർഡർ തുടങ്ങിയ ഒരുപാട് ടൈപ്പ് ഓഫ് പേഴ്സണാലിറ്റി ഡിസോർഡറുകളുണ്ട്. അപ്പോൾ ഈ വിഷയങ്ങളൊക്കെ ഒരുപാട് പേര് വീഡിയോസും ചെയ്തിട്ടുണ്ട്. ഞാൻ തന്നെ അല്ലെങ്കിൽ നമ്മുടെ അബ്സല്യൂട്ട് മൈൻഡ് ക്ലിനിക്കിലെ ഒരുപാട് ആൾക്കാരും ഈ ഡിസോർഡേഴ്സിലൊക്കെ വീഡിയോസ് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഒരുപാട് ആൾക്കാർക്ക് ഇന്നാലും ഇതിനെ പറ്റിയിട്ട് അറിയില്ല. ഒരുപാട് കേസുകൾ ഇപ്പോഴും റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അവരൊക്കെ ഡോക്ടേഴ്സിനെ കാണിക്കണം എന്ന് പോലും അവർക്ക് മനസ്സിലാവാതെ വേറെ കുറേ വിഷയങ്ങളിൽ വരുമ്പോൾ ഡിപ്രഷൻ അങ്ങനത്തെ ഒക്കെ ഓരോ കാര്യങ്ങൾ വരുമ്പോഴൊക്കെയാണ് ഇവർ കൊണ്ടുവരുന്നത്. ഇപ്പോൾ ഒരു ഉദാഹരണം പറയുകയാണെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ ഈ അടുത്തൊരു കേസ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിലെന്താ ഉണ്ടായെന്ന് വെച്ചാൽ, ഈ പെൺകുട്ടീൻ്റെ ഉമ്മയും ഉപ്പയൊക്കെയാണ് കൊണ്ടുവന്നത്. കല്യാണം കഴിഞ്ഞൊരു പെൺകുട്ടിയാണ്. അപ്പോൾ ഹസ്ബൻഡിൻ്റെ വീട്ടുകാരുടെ കൂടെ ഇവൾ പുറത്ത് ഫുഡ് കഴിക്കാൻ പോയ സമയത്ത് അവരൊരു 10 പേരെല്ലാവരും കൂടി ഒരുമിച്ചാണ് ഫുഡ് കഴിക്കാൻ പോയത്. ആ ഫുഡ് കഴിക്കാൻ പോയ സമയത്ത് എല്ലാവരും കൈ വാഷ് ചെയ്യാൻ, ഭക്ഷണം കഴിച്ച് കഴിഞ്ഞ് കൈ വാഷ് ചെയ്യാൻ പോകുന്ന സമയത്ത് ഇവൾ ആ ഒരു ടിഷ്യൂ പേപ്പറിൻ്റെ ഉള്ളിൽ ഇവളുടെ മൊബൈൽ നമ്പർ എഴുതിയിട്ട് ചുരുട്ടിയിട്ട് അവിടെ ഇട്ടു. അപ്പോൾ അത് അവിടെയുള്ള ഒരു വെയിറ്റർ കണ്ടു. അവൻ കാണാൻ വേണ്ടി ചെയ്തതാണെന്ന് തോന്നുന്നു. അവനത് ആ നമ്പർ എടുത്ത് വിളിച്ചു. അങ്ങനെ ഇവർ ഒരു 1.5-2 വർഷമായി ഇവർ ഫോണിൽ മെസ്സേജ് അയക്കുകയും ചാറ്റ് ചെയ്യുകയൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ഒരു വിഷയം, ഇതേപോലത്തെ ഒരുപാട് വിഷയങ്ങൾ ഒരുപാട് സന്ദർഭങ്ങളിൽ ഈ കുട്ടി ഇങ്ങനെ മൊബൈൽ നമ്പറുകൾ പല പല ആൾക്കാർക്കും കൊടുത്തിട്ടുള്ളതായിട്ടൊക്കെ അറിയും. ലേറ്റർ ഓൺ ഇവളുടെ പാരൻസ് ഇവളെ എൻ്റെ അടുത്ത് കൂട്ടിക്കൊണ്ടുവരികയായിരുന്നു. ഇതൊരു ഒറ്റപ്പെട്ട കേസൊന്നുമല്ല. ഒരുപാട് കേസുകളിൽ ഇതേപോലെ നമ്പറുകൾ കൊടുക്കുന്നതായിട്ടും ടിഷ്യൂ പേപ്പറിൽ നമ്പർ എഴുതി കൊടുക്കുന്നതായിട്ടും നമ്പർ പറഞ്ഞു കൊടുക്കുന്നതായിട്ടും നമ്പർ ഡയൽ ചെയ്ത് കൊടുക്കുന്നതായിട്ടും മതിലിൻ്റെ പുറത്തോട്ട് ഇട്ട് കൊടുക്കുന്നതായിട്ടും മതിലിൽ എഴുതി വെക്കുന്നതായിട്ടും ക്ലാസ് റൂമിൽ ബെഞ്ചിൽ ഇങ്ങനെ മൊബൈൽ നമ്പർ പാസ് ചെയ്യുന്നതൊക്കെ ആയിട്ടുള്ള ഒരുപാട് കഥകൾ നമ്മൾ കേട്ടിട്ടുണ്ട്. പലരുടെ കേസുകളിൽ നമ്മൾ തന്നെ ഒരുപാട് സ്ഥലങ്ങളിലൊക്കെ പോയി കഴിഞ്ഞാൽ പല നമ്പേഴ്സുകളൊക്കെ അവിടെ ഇവിടെ എഴുതിയതൊക്കെ നമുക്ക് കാണാം അല്ലേ. അപ്പം ഇങ്ങനെയുള്ളൊരു കുട്ടീനെ കൊണ്ടുവന്ന് കഴിഞ്ഞതിന് ശേഷം ഞാൻ ആ കുട്ടീനെ അസസ്മെൻ്റ് ഒക്കെ ചെയ്ത് കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി ഇതൊരു പേഴ്സണാലിറ്റി ഡിസോർഡറാണ്. ഇതൊരു ഇമോഷണൽ അൺസ്റ്റേബിൾ പേഴ്സണാലിറ്റി ഡിസോർഡറിൽ പെട്ടിട്ടുള്ള ഒരു കേസാണെന്ന് മനസ്സിലായി. അപ്പോൾ ഞാൻ പാരൻസിനെ പറഞ്ഞ് മനസ്സിലാക്കി. ഞാൻ അവരോട് പറഞ്ഞു, ഇതെന്താണ് നിങ്ങൾ ഇത്രയും കാലമായിട്ട് ട്രീറ്റ് ചെയ്യാഞ്ഞത്? ഇതൊരു പേഴ്സണാലിറ്റി ഡിസോർഡറാണ്. ഇത് മാറുന്നൊരു കാര്യമാണ്. അതിന് സൈക്കോതെറാപ്പീസ് ഉണ്ട്. DBT എന്നൊക്കെ പറയുന്ന ഡയലക്റ്റിക് ബിഹേവിയർ തെറാപ്പി എന്നൊക്കെ പോലത്തെ തെറാപ്പീസ്, CBT കോഗ്നിറ്റീവ് ബിഹേവിയർ തെറാപ്പീസ്, ഇതൊക്കെ ചെയ്തിട്ട് ഈ പേഴ്സണാലിറ്റി ഡിസോർഡറിനെ മാറ്റാൻ പറ്റും. ഇതെന്തുകൊണ്ടാണ് ഇവളിങ്ങനെ ചെയ്യുന്നത്, എന്തിനാണ് ചെയ്യുന്നത്, ഇമോഷൻസ് കിട്ടാൻ വേണ്ടിയിട്ടാണോ? ഈ ഒരു കേസിൽ ഇവൾ ആരുമായിട്ട് സെക്സിൽ ഏർപ്പെട്ടിട്ടൊന്നുമില്ല. വെറുതെ ചാറ്റിങ്ങും ഇങ്ങനത്തെയൊക്കെ ഒരു കെയർ കിട്ടാനൊക്കെ വേണ്ടിയിട്ട് അപ്പോൾ സെക്സിൽ ഏർപ്പെട്ടിട്ടുള്ളതായിട്ടുള്ള ഒരുപാട് കേസുകളും കണ്ടിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനത്തെയൊക്കെ കേസുകൾ വരുമ്പോൾ ഇത് ഒരു സ്ത്രീയുടെ ഒരു നോർമലായ ഒരു ബിഹേവിയർ അല്ല. ഇതൊക്കെ ട്രീറ്റ്മെൻറ്റ് ചെയ്ത് മാറ്റേണ്ടതായിട്ടുള്ളൊരു ബിഹേവിയറാണ് എന്നുള്ളത് നിങ്ങൾ തിരിച്ചറിയുകയും എന്നിട്ടൊരു കൗൺസിലിങ്ങിനും സൈക്കോതെറാപ്പിക്കും കൊണ്ടുവരികയും ചെയ്യണം. അപ്പോൾ അതിന് നിങ്ങൾക്ക് ഇതിൻ്റെതായ കാര്യങ്ങൾ അറിയണം, അറിവുണ്ടാവണം. ഇപ്പോൾ ഒരുപാട് സൈക്കോളജിക്കൽ അസുഖങ്ങളെ പറ്റിയിട്ടൊക്കെ ഒരുപാട് ആൾക്കാർ ഇതിനെപ്പറ്റി തിരഞ്ഞു നോക്കിയും സെർച്ച് ചെയ്യുകയും പഠിക്കുന്നതൊക്കെ ഒരു കാലഘട്ടത്തിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. എന്നിട്ടും ഇപ്പോഴും ഇതറിയാണ്ട് ഇങ്ങനെ സഹിച്ച് ജീവിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. ഇപ്പോൾ എത്രയോ ഹസ്ബൻഡുമാർ, ഇപ്പോൾ കഴിഞ്ഞ കുറച്ച് കാലം മുമ്പ് ഞാൻ കണ്ടൊരു കേസിൽ 8 വർഷത്തോളമായിട്ട് ആ ഹസ്ബൻഡ് ഇങ്ങനെ സഹിച്ചു പോരുകയാണ്. അപ്പോൾ എന്താ സിംറ്റംസ് എന്ന് ചോദിച്ചപ്പോൾ ഭാര്യ ഇങ്ങനെ പിണങ്ങും. എന്തിനാ പിണങ്ങുന്നതെന്ന് അറിയില്ല. എപ്പോഴും പിണങ്ങും. പിണങ്ങി കഴിഞ്ഞാൽ 2-3 ദിവസമാവും ഇണങ്ങാൻ. എന്തിനാ പിണങ്ങിയത്, എന്താ പറ്റാഞ്ഞത്, എന്താ പറ്റുന്നത്? ഈ ഭാര്യ അൺപ്രഡിക്റ്റബിളാണ്. എന്ത് ചെയ്താൽ പറ്റൂല എന്നറിയില്ല. ചിലപ്പം ചീത്ത പറയും, ചിലപ്പം ഭയങ്കര സ്നേഹമായിരിക്കും. സ്നേഹിച്ച് നെക്കിക്കൊല്ലും ഇല്ലെങ്കിൽ നക്കിക്കൊല്ലും എന്നുള്ള പോലെ ഉണ്ടാവും. അല്ലെങ്കിൽ ഭയങ്കര ഉപദ്രവമായിരിക്കും, പിടിച്ചു തള്ളുകയൊക്കെ ചെയ്യും. മുഖമൊക്കെ ഭയങ്കര ക്രൂര മുഖമാക്കി വെക്കും. ഈ ഹസ്ബൻഡ് ഈ ഒരു 8 വർഷമായിട്ടും ഇത് ഞാനെന്തോ ചെയ്ത പ്രശ്നത്തിനെ കൊണ്ടിട്ടാണോ എന്നുള്ളൊരു കുറ്റബോധത്തിൽ ഇരിക്കുകയായിരുന്നു. ഇത്തരത്തിലുള്ള കേസ് വരുമ്പോൾ എന്താ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ, കൂടെ നിൽക്കുന്ന ആൾ, കൂടെ ജീവിക്കുന്ന ആളാണ് ഇവിടെ വിക്ടിം. അപ്പോൾ ഹസ്ബൻഡാണ് ഇവിടെ വിക്ടിം. ഹസ്ബൻഡിന്
താൻ എന്തോ തെറ്റ് ചെയ്തു, അല്ലെങ്കിൽ താൻ കെയർ ചെയ്യാഞ്ഞിട്ടാണ്, ഞാൻ മെസ്സേജിന് റിപ്ലൈ അയക്കാഞ്ഞിട്ടാണ്, ഞാൻ അവൾ വിളിച്ചപ്പോൾ ഫോൺ എടുത്തില്ല ഇതിനെ കൊണ്ടിട്ടാണെന്ന് പറഞ്ഞിട്ട് വേറൊരു കേസ് ഉണ്ടായിരുന്നു. അതിൽ ഇവൾ ഇടയ്ക്കിടയ്ക്ക് പിണങ്ങും. മെസ്സേജ് അയച്ചിട്ട് അപ്പം തന്നെ റിപ്ലൈ കിട്ടണം. റിപ്ലൈ കിട്ടിയിട്ടില്ലെങ്കിൽ ഇവൾക്ക് ദേഷ്യം വരും, പിണങ്ങും. അപ്പോൾ ഇയാൾ ജോലി തിരക്കിൻ്റെ ഇടയിൽ കൂടി എപ്പോഴും ഇവളുടെ ഫോണിൻ്റെ മെസ്സേജ് വന്നു കഴിഞ്ഞാൽ അതിനൊരു റിംഗ് ടോണൊക്കെ ആക്കി വെച്ചിട്ട് അതിന് മെസ്സേജ് റിപ്ലൈ അയക്കാൻ ലേറ്റ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ 2 ദിവസത്തേക്കുള്ളിൽ മിണ്ടൂല. അപ്പം ഇത്തരത്തിലുള്ള കേസുകളൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊക്കെ പേഴ്സണാലിറ്റി ഡിസോർഡറിൻ്റെ ട്രേറ്റ്സുകളാണെന്നുള്ളത് മനസ്സിലാക്കി ചികിത്സയ്ക്ക് കൊണ്ടുവരാതെ ഇങ്ങനെ കാലങ്ങളോളം ആരോടും പറയാതെ അല്ലെങ്കിൽ അനുഭവിച്ച് സ്വന്തമായിട്ട് അതിനെ സഹിച്ച് അങ്ങനെ ജീവിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇതൊക്കെ ട്രീറ്റ് ചെയ്താൽ മാറുന്ന കേസുകളാണ്. ഇതൊന്നും മാനസിക രോഗത്തിൽ പെടുന്നതല്ല. അപ്പോൾ സൈക്കോസിസ്, ന്യൂറോസിസ്, പേഴ്സണാലിറ്റി ഡിസോർഡർ. ഓക്കെ, ന്യൂറോസിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടെൻഷന്, ബേജാറ്, വെപ്രാളിങ്ങത്തെയൊക്കെ. സൈക്കോസിസ് പറഞ്ഞാൽ ഭ്രാന്ത്, മാനസിക രോഗത്തിൽ പെടുന്ന, കാണാത്ത കാണുക, കേൾക്കാത്ത കേൾക്കുക, ഹാലൂസിനേഷൻ, ഡെലൂഷൻ, തെറ്റിദ്ധാരണകളൊക്കെ വരും. ശരിക്കും സൈക്കോ മാതിരി ഈ ഭ്രാന്തന്മാരെ പോലെ ചെയ്യുന്ന കാര്യങ്ങൾ. പേഴ്സണാലിറ്റി ഡിസോർഡർ എന്ന് പറഞ്ഞാൽ വേറെയാണ്, സ്വഭാവ വൈകല്യങ്ങളാണ്. അതായത് പേഴ്സണാലിറ്റിയിൽ വരുന്ന ഇഷ്യൂസുകളാണ്. അപ്പോൾ ഇയാൾ എങ്ങനെ ആയി എന്നുള്ളത് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ 1 വയസ്സ് മുതൽ 16 വയസ്സ് വരെയുള്ള നമ്മുടെ കാഴ്ചയാണ് നമ്മുടെ പേഴ്സണാലിറ്റി, നമ്മുടെ വ്യക്തിത്വം. നമ്മളെ പേഴ്സണാലിറ്റി ഡെവലപ്പായി വരുന്നത് നമുക്ക് ആ 1 വയസ്സ് മുതൽ 16 വയസ്സ് വരെ കിട്ടുന്ന നമ്മുടെ പാരൻറ്റിങ്ങും നമ്മൾ കണ്ട കാഴ്ചയും നമ്മുടെ ലോകവും ഒക്കെയാണ് നമ്മളിൽ അങ്ങനെ ഒരു പേഴ്സണാലിറ്റി ഡിസോർഡർ ഉണ്ടായി വരുന്നത്. അപ്പോൾ ചൈൽഡ്ഹുഡിൽ വന്നിട്ടുള്ള എന്തെങ്കിലും പാളിച്ചകളോ ട്രോമാറ്റിക് മെമ്മറീസിൽ നിന്നോ ഒക്കെ പേഴ്സണാലിറ്റി ഡിസോർഡറുകൾ ഉണ്ടായി വരിക. അപ്പോൾ ഇതൊരു പേഴ്സണാലിറ്റി ഡിസോർഡർ ആണെന്ന് മനസ്സിലാക്കിയിട്ട് അതിനൊരു മടിയും വിചാരിക്കാതെ ഒരു സൈക്കോളജിസ്റ്റിൻ്റെ അടുത്ത് കൊണ്ടുവന്ന് അതിന് ട്രീറ്റ്മെൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നല്ല രീതിക്ക് അത് മുന്നോട്ടേക്ക് കൊണ്ടുപോകും. അല്ലെങ്കിൽ പിന്നെ നാളെ കുട്ടികൾക്കും അതൊരു പ്രശ്നമാവും. നാളെ കുട്ടികളും ചില വീട്ടിലൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്, അമ്മ മോളുമായിട്ട് ഭയങ്കര അടിയാണ്, അമ്മയും മോളും ഒരിക്കലും ചേരൂല, എപ്പോൾ അടിയാണ്, എന്തിനും പ്രശ്നമാണ്, അമ്മ ഇങ്ങനെ പിണങ്ങും, എപ്പോഴും അമ്മ പിണങ്ങി നടക്കുന്ന ഒരു പിക്ചറൊക്കെയുള്ള ഒരുപാട് സ്റ്റോറീസ് നമ്മൾ കേട്ടിട്ടുണ്ട്. അപ്പോൾ മക്കൾക്ക് നാളെ അതൊരു ബേർഡനാവും, മരുമക്കൾ വന്നു കഴിഞ്ഞാൽ അതൊരു പ്രശ്നമാവും. അപ്പം അത് എത്രയും പെട്ടെന്ന് തന്നെ ചികിത്സിക്കാനായിട്ട് നിങ്ങൾ ശ്രമിക്കുക. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ പേഴ്സണാലിറ്റി ഡിസോർഡറുകളെ പറ്റിയിട്ടും അല്ലെങ്കിൽ സൈക്കോളജിക്കൽ ഡിസോർഡറുകളെ പറ്റിയിട്ടും ഒക്കെ ഒരു ക്ലാസ് എല്ലാ സ്കൂളിലും നടത്തേണ്ട ആവശ്യമുണ്ട്. അല്ലെങ്കിൽ എല്ലാ പാഠപുസ്തകത്തിലും അങ്ങനെ ഒരു സബ്ജക്റ്റോ അങ്ങനെ ഒരു ചാപ്റ്ററോ കൊടുക്കേണ്ട ഒരു ആവശ്യമുണ്ട്. ഇപ്പോൾ ഇമോഷണൽ അൺസ്റ്റേബിൾ പേഴ്സണാലിറ്റി ഡിസോർഡർ എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ അവർക്ക് മെയിനായിട്ടും ഒരു 3 ഏരിയാസിലാണ് ഇമ്പയർമെൻറ്റ് വരിക. അതായത് അവർക്ക് സ്ട്രെസ്സ് ടോളറേറ്റ് ചെയ്യാൻ തീരെ പറ്റില്ല. ഒന്ന്, സ്ട്രെസ് എന്തെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ അതിനെ താങ്ങാനായിട്ട് തീരെ പറ്റില്ല, ആകെ മൊത്തം പൊട്ടിത്തെറിച്ചു പോകും. രണ്ടാമത്തെ ഇമോഷണൽ ഡിസ്റെഗുലേഷനാണ്. ഇമോഷൻസ് ഇവർക്ക് തീരെ, ഇമോഷൻ്റെ റെഗുലേറ്റർ കേടായിപ്പോയി എന്ന് പറയുന്ന പോലെ സന്തോഷം വരുന്നപ്പോൾ സങ്കടം വരുമ്പോൾ സന്തോഷം, ചിലപ്പോൾ ഭയങ്കര സന്തോഷം വരും. ചെറിയ സാധനങ്ങൾ മതിയാവും ചിലപ്പം സന്തോഷിക്കാൻ, അതേപോലെ തന്നെ ചെറിയ സാധനങ്ങൾ മതിയാവും ചിലപ്പം സങ്കടം വരാൻ വേണ്ടിയിട്ട്. മൂന്നാമത്തെ ഒരു കാര്യം ഇൻ്റർപേഴ്സണൽ സ്കിൽസാണ്. അതായത് എല്ലാവരോടും ഇവർ ചേരൂല, ഇവർക്ക് ചില ആൾക്കാരെ പറ്റൂല. ആ അമ്മേൻ്റെ മോളെ ഓളെ എനിക്ക് തീരെ കണ്ണിനേരെ പറ്റൂല, എനിക്ക് കണ്ടുകൂടാ ഓളെ, എന്തുകൊണ്ടാണെന്നൊന്നും അറിയില്ല, ചില ആൾക്കാരെ പറ്റില്ല. ഇവരുമായിട്ട് നല്ലപോലെ നിൽക്കാത്ത ആൾക്കാർ തീരെ പറ്റില്ല. ഇവരുമായിട്ട് നല്ലപോലെ നിൽക്കാത്ത ആൾക്കാരായിരിക്കും ഒരുപാട് ആൾക്കാർ. അപ്പോൾ ഈ ഹസ്ബൻഡുമാരൊക്കെ കല്യാണം കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾ എന്തിനാ ഓളോട് സംസാരിച്ചാൽ, നിങ്ങൾ എന്തിനാ അത് ഓളെ എനിക്ക് കണ്ടുകൂടാ, ഓരോ വീട്ടിലേക്ക് എനിക്ക് പോലെ, ഓർക്ക് അത്ര ഗിഫ്റ്റ് കൊടുക്കണ്ട, ഇവർക്ക് എന്തിനാ അങ്ങനെ ചെയ്തത്, അമ്മ എന്തിനാ അങ്ങനെ പറഞ്ഞതെന്നൊക്കെ പറഞ്ഞ് ഭയങ്കര പരാതിപ്പെട്ടിയായിരിക്കും ചിലപ്പോൾ. അപ്പോൾ ഇതൊക്കെ ഒരു പേഴ്സണാലിറ്റി ഡിസോർഡർ ആണ്, സ്വഭാവത്തിൻ്റെ പ്രശ്നം, ഒരു സ്വഭാവത്തിൻ്റെ പ്രശ്നം മാത്രമല്ല എന്നുള്ളത് മനസ്സിലായി. അപ്പോൾ കല്യാണം കഴിഞ്ഞ് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ കുറച്ച് ദിവസം കൊണ്ട് തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും. നിങ്ങൾ കല്യാണം നമ്മളിപ്പോൾ അത്രയും നോക്കി നമ്മളൊരു 5-10 മിനിറ്റ് സംസാരിച്ച്, അല്ലെങ്കിൽ കല്യാണം ഉറപ്പിച്ച് ഒരു 5-6 മാസം ഫോണിൽ കൂടെ ഒക്കെ സംസാരിച്ച് മാത്രമല്ലേ നമ്മൾ കല്യാണം കഴിക്കുന്നുള്ളൂ. ലിവിങ് ടുഗദർ പോലെ നിന്ന് നോക്കി ശരിക്കെല്ലാം കണ്ടറിഞ്ഞ്, നമ്മൾ പറയില്ലേ കൂടെ കിടക്കുന്നവനെ രാപ്പനി അറിയൂ എന്ന് പറയുന്ന പോലെ, കൂടെ ഒരുമിച്ച് 5-6 മാസം ജീവിച്ച് കഴിഞ്ഞാൽ, ഒരേ റൂം പങ്കിട്ട് ജീവിച്ച് കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് ആ വ്യക്തിൻ്റെ ശരിക്കുള്ള സ്വഭാവം മനസ്സിലാക്കാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ അങ്ങനെ മനസ്സിലാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിങ്ങനെ ഒരു പ്രശ്നമുണ്ട് എന്ന് കണ്ട് മനസ്സിലാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ എത്രയും പെട്ടെന്നൊരു സൈക്കോളജിസ്റ്റിൻ്റെ സഹായം തേടുക. അതേപോലെ തന്നെ നിങ്ങളിൽ ഒരു മാതാവ് ആണെങ്കിൽ, അതായത് നിങ്ങളൊരു പാരൻ്റ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ മാതാപിതാക്കളോട് പറയാനുള്ളത് എന്താ വെച്ചാൽ, നിങ്ങളെ കുട്ടിയിൽ
ചെറിയ ചെറിയ രീതിയിൽ ചെറുപ്പം മുതലേയുള്ള ഈ പാമ്പറിങ്, ഓവർ പാമ്പറിങ്, എല്ലാത്തിനും വാശിക്ക് നിന്ന് കൊടുക്കുക, എല്ലാ ഇമോഷണലായിരിക്കുന്ന സാധനത്തിനെയും മൈൻഡാക്കുക, സാരമില്ല എന്ന് പറയുക, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നിങ്ങൾ ചെയ്യാണ്ടിരിക്കുക. നിങ്ങൾ കുട്ടി ഒരു 14-15 വയസ്സൊക്കെ ആകുമ്പോഴത്തേനൊക്കെ തന്നെ ഇവൾക്കൊരു പേഴ്സണാലിറ്റി ഡിസോർഡർ ഇവോൾവിങ് ആണ് വന്നുകൊണ്ടിരിക്കുന്നുണ്ടെന്നുള്ളൊരു തോന്നൽ വരികയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ അത് വൈകിക്കാതെ മുന്നേ തന്നെ ട്രീറ്റ്മെൻറ്റ് ചെയ്യുക. കുറച്ച് എത്രയും എളുപ്പത്തിൽ, അതായത് എത്ര ഏജ് മുന്നേ ഇതിനെ കൊണ്ടുവരുന്നോ ആ ഒരു 14-15 വയസ്സിലൊക്കെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ കംപ്ലീറ്റ് ഭേദമാക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ് ഈ പേഴ്സണാലിറ്റി ഡിസോർഡർ. പേഴ്സണാലിറ്റി ഡിസോർഡർ ഡയഗ്നോസ് ചെയ്യണമെങ്കിൽ തന്നെ 18 വയസ്സ് വേണം. എന്നിരുന്നാലും ഒരു 12 വയസ്സൊക്കെ തൊട്ടിട്ട് ഇതിൻ്റെ സിംറ്റംസ് കാണിക്കുക. അന്നേരം നമ്മൾ ഇവോൾവിങ് PD എന്ന് പറയും, ഇവോൾവിങ് പേഴ്സണാലിറ്റി ഡിസോർഡർ എന്ന് പറയും. അതായത് പേഴ്സണാലിറ്റി ഡിസോർഡർ ആവാൻ സാധ്യതയുള്ള ഒരു ടൈപ്പ് ഓഫ് പേഴ്സണാലിറ്റി, ഒരു ടെമ്പർമെൻറ്റ് ഈ കുട്ടിയിലുണ്ടെന്ന് മനസ്സിലാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ അന്നേരം തൊട്ടിട്ട് തന്നെ നമുക്ക് ചികിത്സ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുന്നതാണ്. നമ്മളടുത്തേക്കൊക്കെ വരുന്ന കേസുകൾ സെക്ഷൽ കേസുകളായിക്കോട്ടെ, മറൈറ്റലായിക്കോട്ടെ, പിന്നെ പേഴ്സണാലിറ്റി ഡിസോർഡറുകളായിക്കോട്ടെ, അതല്ല സൈക്കോട്ടിക് പേഷ്യൻസ് ആയിക്കോട്ടെ, വന്നു കഴിഞ്ഞാൽ ഇവർക്കൊന്നും ഇതിനെപ്പറ്റി അറിയില്ല. 2-3 സെഷൻസുകൾ ഇവരെ രോഗം എന്താണ്, അതെന്തിനെ കൊണ്ട് വന്നു എന്ന് പഠിപ്പിക്കാൻ വേണ്ടി തന്നെ എടുക്കും ചിലപ്പോഴൊക്കെ. അപ്പോൾ ആദ്യമേ ഇതിനെ പറ്റിയൊക്കെ ഒരു ധാരണ ഉണ്ടെങ്കിൽ, ഇപ്പം എൻ്റെ കല്യാണം കഴിഞ്ഞു, ഇങ്ങനെ ഇഷ്യൂസ് വന്നു കഴിഞ്ഞാൽ ഇങ്ങനെയാണ് ചെയ്യേണ്ടത്, അതെൻ്റെ അറ്റാച്ച്മെൻറ്റ് സ്റ്റൈലിൻ്റെ പ്രശ്നമാണ്, അത് നമ്മൾ തമ്മിലുള്ള ബോണ്ടിങ്ങിൻ്റെ പ്രശ്നമാണ്, അല്ലെങ്കിൽ ഇൻലോസ് ഇടപെട്ടതിൻ്റെ പ്രശ്നമാണ്, അല്ലെങ്കിൽ ഞാൻ ഇങ്ങനെ പറയുന്നതിനെ കൊണ്ടുള്ള പ്രശ്നമാണ് എന്നൊക്കെ ഉള്ളൊരു ബോധം വരണമെങ്കിൽ ആദ്യം ഇതിനെ പറ്റിയിട്ടൊരു എഡ്യൂക്കേഷൻ നമുക്ക് കിട്ടണ്ടേ. അപ്പോൾ നമ്മൾ ഇങ്ങനത്തെ കാര്യങ്ങളിലേക്ക്, ഇങ്ങനത്തെ അസുഖങ്ങളെ പറ്റിയിട്ടൊക്കെ കൂടുതൽ പഠിക്കുക. ഈ പേഴ്സണാലിറ്റി ഡിസോർഡറുകളെ പറ്റി, ടൈപ്പ് ഓഫ് പേഴ്സണാലിറ്റി ഡിസോർഡർ, ഒരുപാട് ടൈപ്പ് പേഴ്സണാലിറ്റി ഡിസോർഡറുകളുണ്ട്. ഓരോ പേഴ്സണാലിറ്റി ഡിസോർഡറിനെ പറ്റിയിട്ടും പറയുന്ന വീഡിയോസുകളൊക്കെ ഇതിന് മുമ്പ് ഞാൻ ചെയ്തിട്ടുണ്ട്. നമ്മളെ ക്ലിനിക്കിൽ ഒരുപാട് സൈക്കോളജിസ്റ്റുമാർ ചെയ്തിട്ടുണ്ട്. അബ്സല്യൂട്ട് മൈൻഡ് എന്ന് പറയുന്ന യൂട്യൂബ് ചാനലിലും സൈക്കോളജി ഡയറീസ് എന്ന് പറയുന്ന എൻ്റെ ഈ ചാനലിലും പേഴ്സണാലിറ്റി ഡിസോർഡർ അടിച്ചു കഴിഞ്ഞാൽ ഇമോഷണൽ അൺസ്റ്റേബിൾ പേഴ്സണാലിറ്റി ഡിസോർഡർ, നാർസിസ്റ്റിക് പേഴ്സണാലിറ്റി ഡിസോർഡർ എല്ലാത്തിനെ പറ്റിയും വിശദമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ആ വീഡിയോസുകളൊക്കെ കാണാം, അതിനൊക്കെ പറ്റി മനസ്സിലാക്കുക. വിവരമില്ലായ്മ എന്ന് പറയുന്നൊരു സാധനം ഒരാളുടെ തെറ്റല്ല, പക്ഷെ ആ അറിവ് നേടാൻ വേണ്ടി നമ്മൾ പരിശ്രമിക്കാണ്ടിരിക്കുന്നത് നമ്മളെ തെറ്റാണ്. അപ്പോൾ ഇങ്ങനത്തെ ഇഷ്യൂസുകൾ വരുമ്പോൾ അതെന്താണെന്നുള്ള കണ്ടുപിടിക്കാൻ ഇന്നൊക്കെ സോഷ്യൽ മീഡിയ ഒരു മൊബൈലിൽ അടിച്ചു നോക്കിക്കഴിഞ്ഞാൽ തന്നെ നമുക്ക് ആരും അറിയാണ്ടെല്ലാം കണ്ടുപിടിക്കാൻ പറ്റും. അപ്പോൾ അങ്ങനത്തെ ഒരു കാലഘട്ടത്തിൽ നിൽക്കുമ്പോൾ നിങ്ങൾ ഇന്നും ഒന്നും അറിയാതെ എന്തോ ഒരു ലോകത്ത്, എന്തോ ഒരു കഥയിൽ ഈ ഒരു സാധനങ്ങളൊക്കെ, ടോർച്ചറൊക്കെ സഹിച്ച് ഇങ്ങനെ ജീവിക്കേണ്ട ആവശ്യമില്ല. ഇതൊക്കെ മാറ്റിയെടുക്കാൻ പറ്റുന്ന സാധനങ്ങളാണ്. അപ്പോൾ ബുദ്ധിപരമായി ആലോചിച്ച് ജീവിതം മുന്നോട്ട് നീക്കുക, അടിപൊളിയായി ഹാപ്പിയായി നിങ്ങൾക്ക് ജീവിച്ചു പോകാനായിട്ട് പറ്റും. അപ്പോൾ അടുത്തൊരാഴ്ച പുതിയൊരു ടോപ്പിക്കുമായി നമുക്ക് വീണ്ടും കാണാം.